എന്തൊക്കെ വന്നാലും ഒരു വിശ്വാസിയായ മനുഷ്യൻ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളുടെ കണ്ണിലൂടെയാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ വ്യവസ്ഥിതിയിലൂടെയാണ്. കേവലമായ താല്പര്യങ്ങളിലൂടെയല്ല, ഭൗതികമായ ലാഭത്തിലൂടെയല്ല, ഭൗതിക ലാഭേച്ഛയിലൂടെയല്ല, എനിക്കെന്ത് കിട്ടും എന്ന ചിന്തയിലൂടെയല്ല. എന്നെയും എല്ലാവരെയും പടച്ച അല്ലാഹുൽ വാഹിദുൽ ഖഹാർ, അല്ലാഹുവിന്റെ നിയമം എന്താണ് ഇവിടെ എന്ന കാഴ്ചപ്പാടാണ് ഒരു വിശ്വാസിയിൽ രൂപപ്പെടേണ്ടത്. ഈ ഒരു വീക്ഷണങ്ങളിലൂടെ നോക്കിയാൽ പ്രകൃതിപരമായി തന്നെ ആണും പെണ്ണും തുല്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല തുല്യമായ ഡ്യൂട്ടി നൽകിയിട്ടില്ല. 5 നേരത്തെ ആരാധനയ്ക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ പുരുഷന് പുണ്യമാണ്, സ്ത്രീക്ക് പുണ്യം വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കലാണ്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംന സ്വലാത്ത്. ഒരു കർമ്മം ഉപേക്ഷിച്ചാൽ അത് മൂലം കാഫിറായി പോകും എന്ന് കൽപ്പിക്കപ്പെട്ട ഒരു കർമ്മം ഏതാണത്? നിസ്കാരമാണ്. ആ നിസ്കാര നിർവഹണത്തിന് പോലും സ്ത്രീ 5 നേരം പള്ളിയിൽ വരേണ്ടതില്ല. അവൾക്ക് പുണ്യമുള്ളത് വീടിനകത്തളമാണ്. കാരണം എന്തേ? ഒരുപാട് കാര്യങ്ങൾ അതിനുണ്ട്. എല്ലാ ദിവസവും സ്ത്രീക്ക് നിസ്കരിക്കാവുന്ന സാഹചര്യമല്ല. അവൾക്ക് മാസത്തിൽ നിശ്ചിത ദിവസം നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുപോലെ തന്നെ മറ്റു പല ഘട്ടങ്ങളിലും അവൾക്ക് നിസ്കാരം ഉപേക്ഷിക്കേണ്ട സാഹചര്യമുണ്ടാകാം. പലവിധങ്ങളായ പരിമിതികൾ ഉണ്ടാകാം. അതുകൊണ്ട് സ്ത്രീക്ക് നല്ലത് ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂതിഹിന്ന വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, പെണ്ണിന്റെ ഏറ്റവും നല്ല പള്ളി വീടിന്റെ അകത്തളമാണ്. അല്ലാഹുവിന് നൽകേണ്ട അടിസ്ഥാനപരമായ അനുസരണമാണ് നിസ്കാരമെന്ന് പറയുന്നത്. ആ നിസ്കാരത്തിന് പോലും പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് അതവളുടെ ശാരീരികവും പരിഗണിക്കാതെ. അങ്ങനെങ്കിൽ ഇസ്ലാം പ്രയുക്ത മതമായി മാറുമായിരുന്നു. ഇസ്ലാം പ്രകൃതിക്ക് യോജിച്ച മതമാണ്. അതുകൊണ്ട് പറഞ്ഞു, സ്ത്രീ അവൾക്ക് ഒരുപാട് കൈകാര്യ മേഖലകൾ, അവൾക്ക് സന്താന പരിപാലനമുണ്ട്, വീട് പരിപാലനമുണ്ട്, പ്രസവമുണ്ട്, പ്രസവാനന്തര ശുശ്രൂഷകളുണ്ട്, പ്രസവാനന്തര വിശ്രമമുണ്ട്, ആർത്തവകാല ഇടവേളകളുണ്ട്. ഇതെല്ലാമുള്ള ഒരു സ്ത്രീക്ക് എപ്പോഴും പള്ളിയിൽ വന്നുകൊള്ളണമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ പ്രകൃതി വിരുദ്ധവാദികളാണ്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോണില്ല. മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായ ആരാധനാകർമ്മത്തിൽ പോലും അവരുടെ നേച്ചർ, അവരുടെ സ്ട്രക്ചർ, അവരുടെ ശാരീരിക ഘടന എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇസ്ലാം നിയമം പറയുന്നത്. അതേ സമയത്ത് പുരുഷ ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി, പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല. പുരുഷന്മാർ കൽപ്പിക്കപ്പെട്ടവരാണ് ജമാഅത്തുകൾക്ക് വേണ്ടി കൽപ്പിക്കപ്പെട്ടവർ പുരുഷന്മാരാണ്. ഒരു നാട്ടിൽ അവകൾ നടന്നില്ലെങ്കിൽ അവര് കുറ്റവാളികളാണ്. അവരല്ലാഹുവിങ്കിൽ സമാധാനം പറയേണ്ടവരാണ്. ഈ നിലക്ക് ഓരോരുത്തരുടെയും ഡ്യൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതാണ്. അതവരുടെ പ്രകൃതിക്കനുസരിച്ചുള്ളതാണ്. അറിയുമോ സഹോദരന്മാരെ, ഇതിന്റെ അർത്ഥം സ്ത്രീക്ക് കുറെ ന്യൂനതയുണ്ടെന്നല്ല. ആ വാദവും അടിസ്ഥാനപരമായി തെറ്റാണ്. സ്ത്രീക്ക് അധികാരത്തിന് അവകാശം നൽകാത്തതിനാൽ സ്ത്രീയെ അടിച്ചൊതുക്കി. ആരാണ് ഈ പ്രയാമ്പിൾ തയ്യാറാക്കിയത്?
സ്ത്രീക്ക് അവളുടെ പ്രകൃതിക്കനുസരിച്ചുള്ള അവകാശം നൽകുമ്പോൾ അവൾ സമ്പന്നയാണ്. പുരുഷന് അവന്റെ നേച്ചറിനനുസരിച്ച് അധികാരം നൽകുമ്പോൾ അവൻ സമ്പന്നനാണ്. ഇവിടെ കല്ലേറ്റങ്ങളില്ല, ഇവിടെ പ്രശ്നങ്ങളില്ല. അതേ സമയത്ത് ലോകത്ത് കഴിഞ്ഞുപോയ ഒരുപാട് മതങ്ങൾ, ഇവിടെ നിലനിൽക്കുന്ന ഇപ്പോഴുമുള്ള പല മതങ്ങളും സ്ത്രീകൾക്ക് അവരുടെ പ്രകൃതിപരമായ അവകാശം പോലും നൽകിയില്ല. ഇസ്ലാമിനെ പോലെ സ്ത്രീകൾക്ക് അധികാരം നൽകിയ വേറെ ഒരു മതവുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, യേശുവിന്റെ മണവാട്ടികൾ ആയിരക്കണക്കിന്, അവരാരെ കാത്തു നിൽക്കുന്നു? ആ ഒരു സിസ്റ്റം ആര് കൊണ്ടുവന്നു? അത് പ്രകൃതി വിരുദ്ധമാണെന്ന് പറയാൻ ഇവിടെ ആരെയും കാണുന്നില്ല. മറുഭാഗത്ത് പൗരോഹിത്യത്തിന്റെ കയ്യേറ്റങ്ങൾ, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ഇവിടെ ആരെയും കാണുന്നില്ല. ഒരു മതത്തിന് അങ്ങനെയൊക്കെ ആകാം. അവരെ കളിയാക്കാൻ നമ്മളില്ല, അവരെ കുറ്റം പറയാൻ നമ്മളില്ല. ഈ രാജ്യം എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. പക്ഷേ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, വിഷയങ്ങൾ എല്ലാവർക്കും ബോധ്യമുള്ള വിഷയമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രകൃതിപരമായുള്ള വികാരങ്ങളെ കെട്ടിനിർത്തുന്ന മതങ്ങൾ ഇവിടെയുണ്ട്. അതിന് പല ആളുകളും ചോദ്യം ചെയ്യാറില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അമ്പിയാക്കന്മാരും ലോകത്തിന് മുമ്പിലേക്ക് അവതരിപ്പിച്ചു തരുന്ന മാർഗമേതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അമ്പിയാക്കന്മാരെ നിയോഗിച്ചു, ലക്ഷക്കണക്കിന്. അതിൽ ഒരു നബിയും പുരുഷനല്ല, പുരുഷനല്ലാതെ സ്ത്രീയില്ല. എല്ലാ പ്രവാചകന്മാരും പുരുഷന്മാരാണ്. ഒരു നബിയും സ്ത്രീയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചില്ല. എന്തുകൊണ്ടാണ്? കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പവർ അവർക്ക് നൽകിയതിനാൽ അവർക്കതിന്റെ ഡ്യൂട്ടി നൽകുകയാണ്. ഇതിന്റെ അർത്ഥം സ്ത്രീകൾക്ക് മഹത്വമില്ലെന്നല്ല, സ്ത്രീകൾക്ക് അവരുടെ നേച്ചറിൽ നിന്നുകൊണ്ട് തന്നെ സ്വർഗം നേടാം. സ്ത്രീക്ക് അവളുടെ പ്രകൃതിയിൽ നിന്നുകൊണ്ട് തന്നെ സ്വർഗം നേടാം. അവൾക്ക് അവളുടെ പ്രകൃതിയിൽ നിന്നുകൊണ്ട് തന്നെ മോക്ഷം നേടാം. അവൾക്ക് അവളുടെ ഡ്യൂട്ടി നിർവഹിച്ചാൽ തന്നെ വിജയം നേടാം. അടിസ്ഥാനപരമായ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനും പെണ്ണിനും നൽകിയിട്ടുണ്ട്. മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജാത്ത് വല്ലാഹു അസീസുൻ ഹകീം. ഏതൊക്കെ ഉത്തരവാദിത്വമാണോ നിയമനിബന്ധനകളാണോ സ്ത്രീകൾക്ക് നൽകിയത്, അനുസൃതമായ നന്മകളെയും നേട്ടങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി, അവകാശങ്ങളെയും നൽകിയിട്ടുണ്ട്. എന്നാൽ വലിർരിജാലി അലൈഹിന്ന ദറജാത്ത്, പുരുഷൻ ഉയർത്തിയിട്ടാണ്. എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടിയാണ് വല്ലാഹു അസീസുൽ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന പടച്ചവൻ, അവൻ പ്രതാപശാലിയും കാര്യങ്ങൾ തന്ത്രപൂർണമായി സംവിധാനിച്ചവനുമാണ്. അവന്റെ ഈ സംവിധാനത്തിലെല്ലാം തന്ത്രങ്ങളുണ്ട്. സ്ത്രീ എന്ന ഒരു വർഗത്തിലൂടെ ഇവിടെ വംശത്തിന്റെ നിലനിൽപ്പിനും സമാധാനത്തിന്റെ നിലനിൽപ്പിനും അതുപോലെ തന്നെ ഒരുപാട് ക്ഷേമകാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. ലോകത്തിന്റെ നിലനിൽപ്പിൽ രണ്ടുപേരും പങ്കാളികളാണ്. മനുഷ്യരെ മുഴുവനും തന്നെ സ്ഥാനമുയർത്തിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണോ സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ളത്, നിയമനിബന്ധനകൾ നൽകിയത്, അതുപോലെ അവകാശങ്ങളും നൽകിയിട്ടുണ്ട്. വല്ലാഹു അസീസുൻ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതാപവാനാണ്.
തന്ത്രപൂർവമായി കാര്യങ്ങളെ സംവിധാനിച്ചവനാണ്. എല്ലാത്തിന്റെയും പിന്നിൽ കൃത്യമായ ഹിക്മത്ത് അവൻ ഒരുക്കിയിട്ടുണ്ട്. അല്ലാതെ വെറുതെ ഒന്നിനെയും വിട്ടിട്ടില്ല, വെറുതെ ഒന്നിനെയും പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള രക്ഷിതാവിന്റെ സംവിധാനമായും വനിതയില്ല. ബൈബിൾ പരിശോധിച്ചാൽ പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. അബ്രഹാം, ഇസ്ഹാഖ്, യൂസഫ് എന്നൊക്കെ അവരുടെ ബൈബിൾ പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാർ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, എല്ലാ പ്രവാചകന്മാരും പുരുഷന്മാരാണ്. കാരണം സമുദായങ്ങളെ നയിക്കാനുള്ള പൊതു അധികാരങ്ങളാൽ നിയോഗിക്കപ്പെട്ടവർ ഒരറിയും സ്ത്രീയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ പിൽക്കാലത്ത് വന്ന ഖലീഫമാരെല്ലാവരും പുരുഷന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണമെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ ആയിഷ റളിയല്ലാഹു അൻഹ വിവരത്തിൽ ഉയർന്ന പദവിയുള്ളവരാണ്, ധിഷണയിൽ വലിയ ഉയർന്ന പദവിയുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ സഹസഞ്ചാരിയാണ്. മുസ്ലിം ലോകത്തിന്റെ മാതാവാണ്. കേവലം ഒരു സ്ത്രീയോട് സമീപിക്കുന്നത് പോലെ ലോകത്തിൽ ഒരു വ്യക്തിയും ഒരു വിശ്വാസിയും ആയിഷ റളിയല്ലാഹു അൻഹയോട് പെരുമാറില്ല. അങ്ങനെയെല്ലാമുള്ള പരിശുദ്ധിയുടെയും പാതിവ്രത്യത്തിന്റെയും പാണ്ഡിത്യത്തിന്റെയും ദിശയുടെയും ഉച്ചകോടിയിൽ നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രവിശ്യയുടെയും അധികാരം നൽകിയില്ല, ഒരു പ്രവിശ്യയുടെയും അമീറത്താക്കിയില്ല, ഖിലാഫത്തിന്റെ പങ്കാളിത്തം നൽകിയില്ല, വസീർ അഥവാ മിനിസ്റ്റർ പദവി നൽകിയില്ല, അല്ലെങ്കിൽ പൊതുഭരണത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ പെടുത്തിയില്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാണ്. ഹദീസ് നിവേദനത്തിൽ മുന്നിലുള്ള പണ്ഡിതയാണ്. 4 ഖലീഫമാരും നിർണായകമായ ഘട്ടങ്ങളിൽ അതാ വിവരം അന്വേഷിച്ചുകൊണ്ട് ആശ്രയിച്ചിരുന്ന കേന്ദ്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനത്തിന്റെ അരമനകളെ കുറിച്ച് അറിയാൻ വേണ്ടി അവലംബിച്ച വിജ്ഞാനകോശമാണ്. പക്ഷേ ആ മഹദിയോ ആ പൊതു അധികാരത്തിലേക്കില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു മേഖലയോ ഒരു കവാടമോ തുറന്നു കൊടുത്തിട്ടില്ല. ഇത് വിശ്വാസി ലോകത്തിന് പാഠമല്ലേ? എന്റെ ഉമ്മമാർക്കിത് അറിവിനുള്ളതല്ലേ? എന്റെ ഉമ്മമാർക്കിത് അനുധാവനത്തിനുള്ളതല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, മാതാക്കളെ, ഇതറിയാനും അനുസരിക്കാനുമുള്ള സംവിധാനമല്ലേ? ഒരിടത്ത് ഒരു സ്ത്രീ അധികാരത്തിൽ ജയിച്ചു എന്നത് റയർ കേസാണ്. വന്നാദിറു ലാ യുഖാസ്. റയർ. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അത് ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഒരു റയർ. അങ്ങനെ ഉണ്ടാകുന്നതിനൊന്നും വിരോധമല്ല. എന്നാൽ അവരുടെ രാഷ്ട്രീയ ഇടപെടലുകൾ എന്തെല്ലാം വീക്ക്നെസ്സുകൾ ഉണ്ടായി എന്ന് പിൽക്കാല രാഷ്ട്രീയ ചരിത്രങ്ങളും സമകാലിക പ്രശ്നങ്ങളും നമ്മളോട് പറയുന്നുണ്ട്. ഇപ്പോഴതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോണില്ല. പ്രിയമുള്ള സഹോദരന്മാരറിയണം, സുൽത്താന റസിയുടെ പരിസമാപ്തിയെക്കുറിച്ച് വായിച്ച പഠിതാക്കൾക്കറിയാം, സ്ത്രീത്വത്തിന്റെ കാഴ്ചപ്പാടിന്റെ കുറവായിരുന്നു അവിടെ സംഭവിച്ചത് എന്ന്. ഇനി എല്ലാവരേക്കാളും നിന്റെ ഇടത്തിൽ ഒരു വനിത ഭരണം നടത്തി എന്നത് പ്രകൃതിപരമായ പൊതുനിയമത്തിന് അപവാദമല്ല. ഒറ്റപ്പെട്ട അപവാദങ്ങൾ ഉണ്ടാകാം. ശരി, ഇവിടെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരാൾ രംഗത്തിറങ്ങിയില്ല എന്നതല്ല പ്രശ്നം. ഒരു വിശ്വാസി കാര്യങ്ങളെ എങ്ങനെ നോക്കി മനസ്സിലാക്കണം എന്നതാണ് പ്രശ്നം.
അവിടെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. അവിടെ ആര് അധികാരിയായി, ഇവിടെ ആര് മെമ്പറായി, അതെന്റെ അജണ്ടയല്ല. പക്ഷേ വിശ്വാസി ലോകം കാര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ അറിയേണ്ടത്. നമ്മെ പടച്ച് പരിപാലിക്കുന്ന എപ്പോഴാണെന്നറിയില്ല നമ്മളെ തിരിച്ചു വിളിക്കുന്ന സർവാധികാരിയായ അല്ലാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങളെ ഒരിക്കലും നിസാരവൽക്കരിച്ചു കൂടാ. ഈ ഒരു അടിസ്ഥാനപരമായ ബോധം വിശ്വാസികളുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാരിൽ ഒരാളെയും അധികാര രംഗത്തേക്ക് ഇറക്കിയില്ല. 4 ഖലീഫമാരുടെ ഭാര്യമാരിൽ ആരും രംഗത്ത് വന്നില്ല എന്ന് മാത്രമല്ല, ഒരു പള്ളിയിലെ ഇമാമത്ത് പോലും അവർക്ക് നൽകിയില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെയും മഹാന്മാരായ ഖുലഫാക്കൾ അവരുടെ ജീവിതത്തിലൂടെയും സമ്പൂർണമായ മാതൃക നമ്മുടെ മുമ്പിലേക്ക് തന്നില്ലേ സഹോദരന്മാരെ? അതാ കൃത്യമായ വ്യവസ്ഥിതിയിലൂടെ ലോകത്തിന് മാതൃകാപരമായ ഭരണം നടത്തിയവരാണ്. ഒരു പള്ളിയിലെ ഇമാമത്തിന്റെ ഡ്യൂട്ടി പോലും നൽകിയില്ല. അത് അവകാശ നിഷേധമാണെന്ന് പറഞ്ഞില്ല. ആയിഷ റളിയല്ലാഹു അൻഹയും സമകാലികരായ വനിതകളും കാര്യങ്ങൾ വേട്ട് അവിടെയും ഇവിടെയും ആലോചിക്കാതെ മൂളിയവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല മസ്അലകളും പറയുമ്പോൾ അതിനെല്ലാം ഇഴകീറിയിട്ട് മറു ചോദ്യം ചോദിച്ച മഹദിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. പല ചോദ്യങ്ങളും ചോദിച്ചില്ലേ? അവിടുന്ന് പല കൃത്യമായ നിരൂപണങ്ങളും നടത്തിയില്ലേ? കൃത്യമായ ചോദ്യോത്തരങ്ങളിലൂടെ കാര്യങ്ങൾ പഠിച്ചില്ലേ? ആ മഹദിയറുകൾ പോലും എന്തേ ഞങ്ങൾക്ക് പള്ളിയിൽ ഇമാമത്തിന് അവകാശമില്ലാത്തത് എന്ന് ചോദിച്ചില്ല. കാരണം സ്ത്രീക്ക് അവളുടെ നേച്ചറിനെ കുറിച്ച്, അവളുടെ വ്യക്തിപരമായ സ്വഭാവത്തെക്കുറിച്ച് ബോധമുണ്ടായാൽ അങ്ങനെ ഒരു ചോദ്യം വരില്ല. സ്ത്രീക്ക് പ്രകൃതിപരമായി കുറവുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ സംവരണം. എന്താ? പ്രകൃതിപരമായി പുരുഷനോട് മത്സരിച്ച് അധികാര രംഗത്ത് വരാൻ സ്ത്രീക്ക് കഴിവുണ്ടെങ്കിൽ ഇവിടെ സംവരണം ഒന്നും കൊടുക്കണ്ട, എന്നേ പെണ്ണുങ്ങൾ കൈയടക്കിയേനെ. അങ്ങനെ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് സംവരണം കൊടുത്തത്. 100% സീറ്റും ആണിനും പെണ്ണിനും തുല്യാവകാശമുള്ള സീറ്റുകളായിരുന്നു. എന്തേ സ്ത്രീകൾ അതിജയിച്ച് മുന്നോട്ട് വരാൻ? നേച്ചുറലി അവർ അതിന് പ്രിപ്പയർഡ് അല്ല എന്നുള്ളതാണ് അതിന്റെ മറുപടി. ആരുടെയും കുറ്റമൊന്നുമില്ല. പ്രകൃതിപരമായി അവരതിന് ശേഷിയുള്ളവരല്ല. 33 നൽകിയപ്പോൾ എന്തുകൊണ്ട് 34ലേക്ക് അവർ വന്നില്ല? 33 എങ്ങനെയൊക്കെയോ ആളെ നിർത്തുകയല്ലാതെ ബാക്കിയുള്ള തുല്യാവകാശമുള്ള സീറ്റുകളിൽ കിടമത്സരം നടത്താനുള്ള പ്രകൃതിപരമായ ശേഷി പെണ്ണിനില്ല എന്നാണ് അതും നമ്മളോട് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ സംവരണം തന്നെ സ്ത്രീക്ക് പുരുഷനെ പോലെ ഈ മേഖലയിൽ ഇല്ല എന്നതിന്റെ തെളിവാണ്. അപ്പൊ ശേഷി കുറഞ്ഞവരെക്കാൾ ശേഷിയുള്ളവരല്ലേ അധികാരത്തിൽ കൊണ്ടുവരേണ്ടത്? അവരല്ലേ കൈകാര്യങ്ങൾക്ക് വിടേണ്ടത്? ന്യായമായും എന്തുകൊണ്ട് സാധനങ്ങളും അവശ്യ സാധനങ്ങളും വാങ്ങും.
അതേ സമയത്ത് സ്ത്രീ കമ്പോളത്തിലേക്ക് ഇറങ്ങിയാലോ, ഒരു പെണ്ണ് കമ്പോളത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 10-100 റുപ്യ ഇവിടെ കമ്പോളത്തിൽ കച്ചവടക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും. പൗഡർ, ഐബ്രോ, ബാക്കി ഫാൻസി ആൻഡ് ഫാൻസീസ് ആൻഡ് ഫാൻസീസ്. ഒരു സ്ത്രീ ഒരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് അവിടെ അടുത്തുള്ള അങ്ങാടിയുള്ള ഒരു കടയിൽ 50-100 രൂപ ഓൾറെഡി പെയ്ഡ് ആയിട്ടുണ്ടാവും, ഓൾറെഡി ലഭിച്ചിട്ടുണ്ടാവും. അവരുടെ കോസ്മെറ്റിക്സ്, ഫാൻസി സാധനങ്ങൾ, അവരൊരുങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഒരു പുരുഷൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കമ്പോളത്തിലേക്ക് വരുന്ന വരുമാനത്തേക്കാൾ ഒരു പെണ്ണ് വീടിന്റെ പടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ തൊട്ടടുത്ത കടക്കാരന് അതിന് മുന്നോടി എന്ന് ഇത്രയൊരു രൂപ കിട്ടിയിട്ടുണ്ടാകും. കമ്പോളത്തിലേക്ക് വന്നാലോ പുരുഷൻ അവശ്യ സാധനങ്ങളും വാങ്ങുന്നു. സ്ത്രീ അവശ്യ സാധനങ്ങളും അലങ്കാര സാധനങ്ങളും, ചിലപ്പോൾ അനാവശ്യ സാധനങ്ങളും, ചിലപ്പോൾ പ്രീണന സാധനങ്ങളും വാങ്ങുന്നു. കമ്പോളം പെരുക്കുന്നു. അതുകൊണ്ട് പെണ്ണ് തെരുവിൽ ഇറങ്ങണമെന്ന് തീരുമാനിച്ചത് ഇവിടെയുള്ള കമ്പോള സംസ്കാരത്തിന്റെ ഉൽപ്പന്നമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരാഴ്ചത്തേക്ക് അങ്ങാടിയിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കില്ല എന്ന് വെച്ചാൽ എത്ര % കച്ചവടം കുറയുമെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. വീടുകളൊന്നും പട്ടിണിയാവുന്നില്ല. പുരുഷന്മാര് മാത്രമേ മാർക്കറ്റിൽ വരാവൂന്ന് തീരുമാനിച്ചു നോക്കും. വീടുകൾ പട്ടിണിയാവുന്നില്ല. വീട്ടിലൊക്കെ ആവശ്യങ്ങൾ നടക്കും, എല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ കമ്പോളത്തിൽ മോർ ദാൻ 60% ലോ കച്ചവടം നടക്കും. അങ്ങനെയാണ് സംവിധാനം. അതുകൊണ്ട് പെണ്ണ് തെരുവിൽ ഇറങ്ങണമെന്ന് തീരുമാനിച്ചത് ആരാണ്? ഇവിടെയുള്ള കമ്പോള ചിന്താഗതിക്കാരുടെ ഉൽപ്പന്നമാണത്. അത് രാഷ്ട്രീയ രംഗത്തേക്ക്, അധികാര രംഗത്തേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് സംവരണത്തിന്റെ വർത്തമാനങ്ങൾ വരുന്നത്. എന്നാൽ ന്യായമായും ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. സ്ത്രീകൾക്കിവിടെ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ അവകാശങ്ങളും സംവരണങ്ങളും അധികാരങ്ങളും നൽകി. ഈ അധികാരങ്ങൾക്കും അവകാശങ്ങൾക്കും ആനുപാതികമായി നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് സുരക്ഷയുണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടൊരു കമ്മീഷനും പഠിക്കുന്നില്ല? 6 വയസ്സുകാരിയും 60 വയസ്സുകാരിയും പീഡിപ്പിക്കപ്പെടുന്ന സാമൂഹിക ഘടനയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാനത്ത് നിന്ന് സ്ത്രീ പീഡനത്തിന്റെ പേരിലാണ് അറബ് ന്യൂസോ ഖലീജ് ടൈംസോ അതുപോലെയുള്ള ഫോറിൻ ന്യൂസ് പേപ്പറുകൾ എടുത്താൽ ന്യൂഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ന്യൂസുകൾ വരുന്നത് കൂടുതലും വരുന്നത് സ്ത്രീ പീഡനത്തിൻ്റെതായിരിക്കും. ഈ രീതിയിൽ രാജ്യത്തിന്റെ രാജധാനിയായ തലസ്ഥാന നഗരി പോലും ഇന്നും സ്ത്രീ പീഡനത്തിൽ നിന്ന് വിമുക്തമല്ല എന്ന് വരുമ്പോ സ്ത്രീകൾക്ക് അധികാരം നൽകിയപ്പോൾ സുരക്ഷ കൂടിയോ കുറഞ്ഞോ എന്ന് തീരുമാനിക്കാൻ എന്തുകൊണ്ടൊരു കമ്മീഷനും വരുന്നില്ല? ഇവിടെയാണ് ജനക്ഷേമത്തിന് ഏത് നിയമമാണ് നല്ലത് എന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലൂടെ മുസ്ലിംകൾ കാര്യങ്ങളെ വിലയിരുത്തണമെന്നാണ്. എന്നാൽ ഇപ്പോഴെനിക്ക് പറയാനുള്ളത്, മനുഷ്യരെ നിങ്ങൾ മനുഷ്യത്വത്തിന്റെ കണ്ണിലൂടെ വിഷയങ്ങൾ വിലയിരുത്തണം. നമ്മുടെ രാജ്യത്തെ ജാതി മതഭേദമന്യേ അതാ ഒരുപാട് പെൺകുട്ടികളും കിഴവികളും പീഡിപ്പിക്കപ്പെടുകയാണ്. ഇതിനുള്ള കണെന്താണെന്ന് പഠിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ചിലരെങ്കിലും പറഞ്ഞു, മോളെ മര്യാദയ്ക്കൊന്ന് തുണിയുടുത്ത് നടക്കാൻ. ഉത്തരവാദിത്തപ്പെട്ട പലരും പറഞ്ഞു, മോളെ മര്യാദക്ക് നുടുത്ത് നടക്ക്, എന്നാ കുറച്ചൊക്കെ പീഡനം കുറയും. മര്യാദക്ക് ഈ ഒരു വസ്ത്രധാരണം നടത്ത്, എന്നാൽ പീഡനം കുറയും. ഇന്ന് ഞാൻ ഇസ്ലാമിന്റെ വേദിയിൽ നിന്നുകൊണ്ട് ഈ വിഷയം പറയുമ്പോ അവകാശ നിഷേധത്തിന്റെ കബറടങ്ങളിൽ നിന്ന് അധികാരത്തിന്റെ അമരത്തേക്ക് പെണ്ണിനെ ഉയർത്തിക്കൊണ്ടുവന്ന മഹിഷ്ഠമായ മതത്തിന്റെ വേദിയാണ്. 6-ാം നൂറ്റാണ്ടിൽ ജനിച്ചു വീഴുന്ന പെണ്ണിന് ജീവാവകാശമുണ്ടായി. 6-ാം നൂറ്റാണ്ടിൽ ജനിച്ചു വീഴുന്ന പെണ്ണിന് ജീവാവകാശമുണ്ടായിരുന്നില്ല. എന്നാൽ അവർക്ക് അധികാരവും അവകാശങ്ങളും നൽകിയിട്ട് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോ അവസാനമായി അവിടുത്തെ തുപ്പുനീരിനോട് ചലിച്ചു ചേരുന്നത് പ്രിയപ്പെട്ട ഭവതി ആയിഷ റളിയല്ലാഹു അൻഹയുടെ തുപ്പുനീരാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുന്നതിന് തൊട്ടു മുമ്പ് ലോക മാനവികതയുടെ മനസ്സാക്ഷിയോട് വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ വനിതകളുടെ അവകാശങ്ങളെ നിഷേധിക്കരുതെന്നാണ്. ലോകത്ത് വേറെ ഏത് ഭരണാധികാരിക്ക് ഇത് പറയാനുണ്ട്? പരിശുദ്ധമായ അറഫ പ്രഭാഷണത്തിൽ ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസന്നിഗ്ധമായ ലോകസമാധാന പ്രഭാഷണത്തിൽ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പ്രധാനമായ ഒരു ഭാഗമുണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാം ലോകത്തിന് മുഴുവനും ആവശ്യമായ നിയമങ്ങൾ നൽകിയ കരുണയുടെ അരുണവർഷങ്ങളിൽ നിന്ന് മോചനത്തിന് മഹിഷ്ടമായ മഹിതോദ്യാനമൊരുക്കിയ നേതാവാണ് ഇസ്ലാമിന്റെ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുസ്തഫ ജാൻ റഹ്മത്ത് പേ ലാഖോ സലാം, ശമഅ ബദ് മേ ഹിദായത്ത് പേ ലാഖോ സലാം, ശഹരിയാരേ ഇറം താജ്ദാരേ ഹറം, നൗബഹാരേ ശഫാഅത്ത് പേ ലാഖോ സലാം. ലോകമാകമാനമുള്ള മാനവികതയുടെ അകത്തടങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മലയങ്ങളെയും അവകാശത്തിന്റെ വിശുദ്ധോദ്യാനങ്ങളെയും മഹിഷ്ടമായി അടയാളപ്പെടുത്തിയ അത്യുജ്വലമായ വിശുദ്ധ സ്നേഹത്തിന്റെ പ്രോജ്വലമായ പര്യായമാണ് മദീനയുടെ നായകർ, ലോകത്തിന്റെ മുഴുവനും നേതാവ്, ഹബീബേ ഖുദാ വ റൂഹി ഫിദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ വിശ്വാസികളുടെ സദസ്സിനോട് ആത്മാർത്ഥമായി പറയട്ടെ, നമ്മുടെ സദസ്സിന്റെ അലങ്കാരവും അംഗീകാരവുമെല്ലാം അങ്ങകല മദീനായുടെ ഉദ്യാനത്തിൽ ഗുംബദേ ഖസ്റാഇന്റെ താഴെ ലോകത്തിന്റെ മുഴുവനും ഗിരിശൃംഗത്തിൽ ഉമ്മ വെച്ചുറങ്ങുന്ന പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്കുള്ള സ്വലാത്തിന്റെ മന്ത്രണങ്ങളാണ് എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ അകത്തളത്തിൽ ലയിച്ചു നിന്ന് ഉജ്ജ്വലമായ സ്നേഹത്തിന്റെ പ്രോജ്വലമായ പ്രഭാവമായ ഹബീബേ ഖുദാ വ റൂഹി ഫിദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെൺമകാനമാണെന്ന് കാണുന്ന ഒരു നാട്ടിൽ വന്ന്, പെൺമക്കൾ ഒരു ഭാരമാണെന്ന് കാണുന്ന നാട്ടിൽ വന്ന്, പെണ്ണ് ജനിച്ചാൽ തലകുലിച്ച് നടക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ 4 പെൺമക്കളുടെ വാപ്പയാണെന്ന അഭിമാനത്തോടെ ആ 4 പെൺമക്കൾക്കും വാത്സല്യത്തിന്റെ മധുവും നിധിയും നൽകിയിട്ട് ആനന്ദത്തോടെ അടച്ചുകൂട്ടിയിട്ട് പെൺജന്മം ഒരു പുണ്യമാണെന്ന് പറഞ്ഞ് പെൺകുഞ്ഞിനെ പരിപാലിക്കുന്നത് സ്വർഗലബ്ധിയുടെ കാരണമാണെന്ന് പറഞ്ഞ ഒരു നേതാവിന്റെ സംഹിതകളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കുഴിച്ചു മൂടാൻ അനുവദിക്കാൻ പറ്റുമോ മക്കളെ? പറ്റൂല. ഏതെങ്കിലും ചില തുട്ടൂരങ്ങളുടെ വരട്ട് ന്യായങ്ങളുടെ കീഴിൽ മതത്തിന്റെ മൂല്യങ്ങളെ തകർക്കാൻ അനുവദിക്കൂല. കാരണം നമ്മുടെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലോകത്തൊരു നേതാവിനും ഇത്ര കൃത്യമായിട്ട് സ്ത്രീ അവകാശത്തിന്റെ നിയമങ്ങളും സംഹിതകളും പ്രയോഗങ്ങളും പറയാനില്ല. നിയമങ്ങളും സംഹിതകളും പ്രയോഗങ്ങളും പറയാനില്ല. ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിൽ സ്ത്രീകൾക്ക് അവകാശം കിട്ടിയതുപോലെ ലോകത്തൊരു ഭരണകൂടത്തിൽ ഈ അവകാശം കിട്ടിയില്ല. നമ്മളറിയണം, ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിൽ ഖലീഫയോട് വന്ന് പറയുന്നു, എനിക്ക് ഇത്ര മഹർ വേണം, അത് നിയന്ത്രിക്കാൻ നിങ്ങൾ ഖത്താബുകളോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞുപോയതാണെന്ന് ഖലീഫയുടെ മറുപടി. നോക്ക്, ഇത്രയും വലിയ അവകാശം ലോകത്തേത് പാർലമെന്റിൽ, ലോകത്തേത് നിയമസഭയിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട മഹറിനെ പരിഗണിക്കുന്നത് ആരാണ്? ലോകത്തെ മുഴുവനും ഞെട്ടിത്തെരിപ്പിച്ച ഭരണാധികാരിയോട് ചോദിക്കാൻ അവകാശം കൊടുത്ത മതമാണിത്.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കേവലം ഒരു ഭരണാധികാരിയല്ല, കിസ്റ വിറയ്ക്കും കൈസറും ഞെട്ടുന്നതാ. മുഖൗഖിസിന്റെ കൊട്ടാരത്തിലും ഇടിപ്പടക്കമുയരുന്ന അത്രയും വലിയ ധീരതയുടെ പര്യായമായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ട മഹറിൽ പരിധി വെക്കാൻ നിങ്ങൾ ആര്? അപ്പൊ അധികാരത്തിന്റെ ദണ്ഡ് ഉപയോഗിച്ചില്ല, അപ്പൊ ശൗര്യത്തിന്റെ തീവ്രത പറഞ്ഞില്ല, വിനയത്തോടെ ക്ഷമാപണം നടത്താൻ ഇസ്ലാമിക ഖിലാഫത്തിന്റെ പീഠത്തിലല്ലാതെ ലോകത്തേത് പാർലമെന്ററി സിസ്റ്റത്തിലാണ് വന്നത് അങ്ങനെ ഒരു നിയമം? നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇസ്ലാം അനുവദിച്ചിട്ടുള്ള നിയമങ്ങളെ അറിയണം. ഇന്ന് ലോകത്തിന്റെ നാനാദിക്കിലും സ്ത്രീപീഡനത്തിന്റെ കറകളില്ലാത്ത ഗ്രാമങ്ങൾ എവിടെ? എന്തുകൊണ്ടാണ് ബലാത്സംഗം എന്ന കേസ് പെണ്ണ് മാത്രം കോടതിയിൽ ഫയൽ ചെയ്യണത്? ഒറ്റപ്പെട്ട എവിടെയൊക്കെ ആമ്പിള്ളേരെ പിടിച്ച് പീഡിപ്പിച്ചു എന്ന് പറയപ്പെടണമെങ്കിലും സാർവത്രികമായി എന്തുകൊണ്ടാണ് പെണ്ണ് മാത്രം ബലാത്സംഗം ചെയ്യപ്പെടുന്നത്? ആണ് ബലാത്സംഗം ചെയ്യപ്പെടാത്തത്. പ്രകൃതിപരമായി അങ്ങനെ ആയതുകൊണ്ട് ഈ പ്രകൃതിയെ മാറ്റിവെക്കാൻ പറ്റുമോ? ഒത്തുസമ്മതിച്ച് തോന്നിവാസം ചെയ്താലും പിറ്റേന്ന് കോടതിയിൽ വന്ന് ബലാത്സംഗം ജീവന് നൽകിയ മനസ്സ് അവിടെ പ്രകൃതിപരമായ വിനയമാണ് അല്ലെങ്കിൽ കുറവാണ്. ഇത് നിഷേധിക്കാൻ പറ്റുമോ? ഇത് മാറ്റിവെക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് സംവരണത്തിന്റെയും അധികാര അവസരങ്ങളുടെയും മുമ്പിൽ ഇന്ത്യ മഹാരാജ്യം മാത്രം എടുത്താൽ മതി, ലോകത്തെ വേറെ രാജ്യങ്ങളിലേക്ക് പോകേണ്ടതില്ല. നമ്മുടെ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഏത് ഗ്രാമമാണ് സ്ത്രീപീഡനത്തിന്റെ ദുരന്ത കഥ പറയാനില്ലാത്തത്? വാർഡ് മെമ്പർ ഇല്ലാത്തത് കൊണ്ടാണോ സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടത്? പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാത്തത് കൊണ്ടാണോ സ്ത്രീപീഡനമുണ്ടായത്? MLA മാരില്ലാത്തത് കൊണ്ടാണോ സ്ത്രീകൾ തിരുവനന്തപുരത്ത് എത്തിക്കപ്പെട്ടത്? മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഇല്ലാത്തത് കൊണ്ടാണോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാജധാനിയിൽ എപ്പോഴും പെണ്ണിന്റെ ദൈന്യമായ കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് രക്തസാക്ഷികൾ വേണ്ടി വന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കാര്യങ്ങളെ വസ്തുതാപരമായി വിലയിരുത്താൻ കഴിയണം. നമുക്കെന്ത് പറയുമ്പോഴും ഇസ്ലാമിന്റെ പരിധിയും ഇസ്ലാമിന്റെ നിയമത്തിന്റെ മഹത്വവും പാലിക്കേണ്ടതുണ്ട്. ആ ഒരു അവകാശമെങ്കിലും വകവെച്ചു കൊടുക്കാൻ കഴിയണം. പ്രാക്ടിക്കലി ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്ന് വിചാരിച്ച് മതനിയമം പറയുന്നവരെ ക്രൂസിലേറ്റാൻ നടന്നാൽ, മതത്തിന്റെ കാഴ്ചപ്പാടുകൾ വിളിച്ചു പറയുന്നവരെ താൽക്കാലിക രാഷ്ട്രീയ അധികാര താൽപര്യങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അത് മതത്തോട് ചെയ്യുന്ന നീയറ്റമാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. കുറെ വ്യഭിചാരികളുണ്ട് എന്ന് വിചാരിച്ച് വ്യഭിചാരം അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന്റെ പേരിൽ മതനിയമം പറയുന്നവരെ ക്രൂശിക്കാൻ പറ്റുമോ? ഇല്ല. മതത്തിന്റെ നിയമങ്ങളെയും ഇസ്ലാമിന്റെ സംഹിതയും ആധികാരികമായി പറയുന്നവരെ താൽക്കാലിക താൽപര്യത്തിന് വേണ്ടി ക്രൂശിലേറ്റാൻ ശ്രമിച്ചാൽ അത് മതത്തിനെതിരെയുള്ള കൈയേറ്റമാണ്. ഇത് മനസ്സിലാക്കാനെങ്കിലും അടിസ്ഥാനപരമായ ഒരു മുസ്ലിമിന് സാഹചര്യമുണ്ടാകണം. എന്റെ എല്ലാമായ ഇസ്ലാമിന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ്. എത്ര മഹതിമാർക്കാണ് സ്വർഗം കൊണ്ട് സുവിശേഷം നൽകിയത്? ആണിന് മാത്രമാണോ മോളെ സ്വർഗം പറഞ്ഞത്? അല്ല, അല്ല, പെണ്ണിനും സ്വർഗമുണ്ട്. ആണുങ്ങൾക്ക് സ്വർഗത്തിലെ നേതാവ് ലോക ഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ സ്വർഗത്തിലെ വനിതകളുടെ നേതാവ് സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന ബിൻതുർ റസൂൽ ഫാത്തിമത്തുൽ ബതൂൽ റളിയല്ലാഹു അൻഹ സ്വർഗീയ വനിതകളുടെ നേതാവാണ്. എന്നുള്ള പെങ്ങളെ, നിങ്ങൾ ഇസ്ലാം നിർദ്ദേശിച്ച ചിട്ടവട്ടങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്കും സ്വർഗമുണ്ട്. കണ്ടില്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഉമ്മാനെ ആദരിക്കേണ്ടതെന്ന് പറഞ്ഞ് വാപ്പാന്റെ കാൽ കീഴിൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞില്ല. ആൺകുട്ടികൾ ചിലപ്പോ കായിക ബലം കൊണ്ടോ കാശിന്റെ ബലം കൊണ്ടോ അധികാര ബലം കൊണ്ടോ
ആറ്റുപോറ്റി അവിടുന്ന് ആറ്റുനോറ്റ് പോറ്റിയ, അതുപോലെ പെറ്റു വളർത്തിയ ഉമ്മാന്റെ ബഹുമാനം മറന്നുപോയാൽ ഉമ്മമാർക്ക് വേദന വരുമല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചില്ലേ, എന്റെ പ്രിയമുള്ള മക്കളെ, നിങ്ങളുടെ സ്വർഗ്ഗം ഉമ്മാന്റെ കാൽ കീഴിലാണ്. വേറെ ഏത് മതം പറഞ്ഞു ഇങ്ങനെ? മാഷാ അല്ലാഹ്, വേറെ ഏത് മതം പറഞ്ഞു ഇങ്ങനെ? സ്ത്രീക്ക് നൽകിയ അധികാരത്തിന്റെ ഒരു സൗന്ദര്യം, അതിന്റെ ഒരു ഉന്നതി, ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് പറയുമ്പോ പാക്ക് 4ാം ഗ്രേഡ് നൽകി. കാരണം അവൾക്കുള്ള സ്ഥാനമാണ്, മഹത്വമാണ്. എന്നിട്ട് അറിയുമോ സഹോദരിമാരെ, നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസങ്ങളിലെ നിസ്കാരം നിങ്ങൾക്ക് പ്രശ്നമല്ല. അല്ലാഹു നിങ്ങൾക്ക് നിസ്കരിക്കാവുന്ന ദിവസങ്ങളിൽ നിങ്ങൾ നിസ്കരിച്ചാൽ തന്നെ നിങ്ങൾക്കും സ്വർഗം നൽകിയില്ലേ? സ്ത്രീകൾക്ക് സ്വർഗത്തിന്റെ കവാടം തടഞ്ഞില്ലല്ലോ മോളെ. ആവശ്യമുള്ള അവകാശങ്ങൾ നൽകിയ നേതാവല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുന്ന് വിളിച്ചു, അറബ് നാട്ടിലെ ഓരോരുത്തരെയും വിളിച്ചപ്പോ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ വിളിക്കേണ്ടതുണ്ട്. മക്കയിലെ ജബൽ അബൂ ഖുബൈസ് എന്ന് വിളിക്കുകയാണ്. ഓരോ ഗോത്രങ്ങളെയും വിളിച്ചു. മുത്തുനബി തങ്ങളുടെ വീട്ടുകാരെ ഒന്ന് വിളിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചതാരെയാണ്? ഫാത്തിമ അൻഖിനി നഫ്സകി മിനന്നാർ. മോള് സ്വർഗത്തിലേക്ക് വരണേ മോളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മഹിതമായ പാരമ്പര്യത്തിന്റെ കവാടം ഏതാണ്? മഹദിയായ ഫാത്തിമ ബീവിയല്ലേ. ഇങ്ങനെ സ്ത്രീകൾക്ക് എത്രയാണ് സ്ഥാനം നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിങ്ങളുടെ മേന്മയും നിങ്ങളുടെ സ്വർഗവും നിങ്ങളുടെ വിജയവും എല്ലാം നിർണയിച്ചു വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായ അവകാശങ്ങൾ നൽകിയില്ലേ? ഇതുപോലെ ലോകത്തെ വേറെ ഒരു മതങ്ങളും നൽകിയില്ല, ഒരു സംഹിതകളും നൽകിയില്ല. അതുകൊണ്ട് മോളെ, ശാലീനയായ പെണ്ണിന് സ്വർഗമുണ്ട്. അത് ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചു നിൽക്കുന്ന പെണ്ണാണ്. ഇതിലേക്ക് നിങ്ങൾ വരണം. ഈ ലോകം അധികാരം നിലനിൽക്കുന്ന ലോകമല്ല. ഈ ലോകം എന്നേക്കുള്ള ലോകമല്ല. ഈ ലോകം താൽക്കാലികമായ ലോകമാണ്. ഇവിടെയുള്ള അധികാരികൾക്കെല്ലാം തൽക്കാലമുള്ള അധികാരമുള്ളൂ. അത് ചീഫ് മിനിസ്റ്റർ ആയാലും പ്രൈം മിനിസ്റ്റർ ആയാലും രാജാവായാലും മന്ത്രിയായാലും മെമ്പറായാലും പ്രസിഡന്റ് ആയാലും ആരായാലും താൽക്കാലികമായ അധികാരമേ ഉള്ളൂ. എല്ലാം നൈമിഷികമായ അധികാരമാണ്. അതേതുവരെ എന്ന് തീരുമാനിക്കുന്നവനും അല്ലാഹുവാണ്. അതുകൊണ്ട് എന്റെ ഉമ്മബെങ്ങന്മാരോട് വിനയത്തിന്റെ ഭാഷയിൽ പറയാറുള്ളത്, നിങ്ങൾ ഇസ്ലാമിനെ തൃപ്തിപ്പെടാൻ കഴിയണം. അതാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്ന സമയത്ത് ഒരു പ്രതിജ്ഞയില്ലേ മോനെ? രാഷ്ട്രീയത്തിന് വേണ്ടി തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന സഹോദരാ, അതുപോലെ മറ്റേതെങ്കിലും സന്നദ്ധ സേവനങ്ങൾ ചെയ്യുന്നവരെ, അകത്തളത്തിലുള്ള എന്റെ ഉമ്മമാരെ, എല്ലാവരും ഒരു പ്രതിജ്ഞ പറയുന്നില്ലേ? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. എത്ര പ്രൗഢമായ ഒരു പ്രമേയമാണിത്, പ്രഖ്യാപനമാണിത്. വജ്ജഹതു വജ്ഹിയ, ഞാനിതാ മുന്നിട്ട് വന്നിരിക്കുകയാണ്. ലില്ലദീ ഫതറ السماوات والأرض حنيفا, അന്യൂനമായി ആകാശ
ആകാശഭൂമികളെ പടച്ചവനാണ്. ആകാശത്തിന്റെ വലിപ്പമളക്കാൻ പോലും ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർക്ക് ഇന്നേ വരെ ആകാശത്തിന്റെ വലിപ്പമളക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിരീശ്വരവാദികളും യുക്തിവാദികളും ശാസ്ത്രീയവാദികളും പരിഷത്തുകാരനും എല്ലാം ഒന്ന് പറഞ്ഞേ. ആകാശം ഉണ്ടാക്കാൻ പറ്റില്ല, ഭൂമി ഉണ്ടാക്കാൻ പറ്റില്ല. ഉള്ള ഈ ആകാശം ഒന്ന് അളക്കാൻ പറ്റിയവരുണ്ടോ ഇവിടെ? ആകാശത്തിന്റെ നീളം എത്ര, വലിപ്പം എത്ര? ഇങ്ങനെ പറഞ്ഞിട്ട് നാളത്തെ പത്രം നോക്കുമ്പോ കാണും 500 പ്രകാശവർഷം അപ്പുറത്ത് ഒരു ഗോളം, ഒരു നക്ഷത്രം കണ്ടുപിടിച്ചു. നമ്മൾ വിചാരിക്കും എടരിക്കോട് കണ്ട് ആരോ എത്തിയത് കണ്ടതാണ്. 500 പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ 3 × 10⁸ സെക്കൻഡ്സ്. 3 ലക്ഷം കിലോമീറ്ററാണ് ഒരു സെക്കൻഡിൽ പ്രകാശത്തിന്റെ വേഗത. അങ്ങനെയുള്ള പ്രകാശം 500 കൊല്ലം സഞ്ചരിച്ചാൽ എത്തുന്ന സ്ഥലത്ത് ഒരു നക്ഷത്രമുണ്ടെന്ന് കണ്ടു. അപ്പൊ എവിടെ ഇത്? എവിടെയാണത്? എവിടെയാണതുള്ളത്? 500 പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ 3 × 10⁸ സെക്കൻഡ്. 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന പ്രകാശം തുടർച്ചയായി 500 കൊല്ലം സഞ്ചരിച്ചാൽ എവിടെ എത്തുവോ അവിടെ ഉണ്ട് പോലും ഒരു നക്ഷത്രം. അപ്പോൾ മനുഷ്യൻ ഈ ആകാശത്തെ അളക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മനുഷ്യന് ഈ ആകാശത്തെ അളക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള മനുഷ്യനാണോ ഈ ആകാശത്തിന്റെ അധിപനെതിരെ തിരിയുന്നത്? മെനിങ്ങാതൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോ ചിരിച്ചുപോയി. ഈ തർക്കവും വിതർക്കവും ഒന്നും വേണ്ട, എല്ലാം കൂടെ സയൻസുകാരനെ ഏൽപ്പിക്കാൻ. സയൻസുകാരനെ ഏൽപ്പിച്ച മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ച് പറയാൻ സയൻസിന് അധികാരമുണ്ടോ? ആത്മാവ് എന്താണെന്ന് പറയാൻ പോലും പഠിച്ചിട്ടില്ല. സയൻസിന്റെ അന്വേഷണ മേഖല അതല്ല. ഓരോന്നിനും ഓരോ കൈകാര്യ മേഖലയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി വിലയിരുത്തണം. എനിക്കും നിങ്ങൾക്കും ആയുസ് നൽകിയത്, ജന്മം നൽകിയത്, എല്ലാം നൽകിയത് സർവാധികാരിയായ അല്ലാഹുവാണ്. എന്റെ യുവാക്കളോട് ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ പറയുന്ന മോനെ, താൽക്കാലികമായ അധികാര താൽപര്യങ്ങളുടെയോ രാഷ്ട്രീയ താൽപര്യങ്ങളുടെയോ പേരിൽ ഒന്നിന്റെയും പിന്നാലെ ചാടിയിറങ്ങില്ലേ മോനെ. നമുക്ക് നല്ലൊരു സംഹിതയുണ്ട്. അതാ രാവിലെ മുതൽ സ്ഥാനാർത്ഥി ഇറങ്ങുകയാണ്. ആ സ്ഥാനാർത്ഥി എവിടേക്കാ പോണത്? ആ സ്ഥാനാർത്ഥി നടക്കുന്ന ക്ഷീണം അറിയുന്നില്ല, സഹിക്കുന്ന വിശപ്പറിയണില്ല, കാലുവേദന അറിയണില്ല. കാരണം എന്താ? ഒരു വോട്ട് അധികം കിട്ടിയാൽ ഞാൻ പഞ്ചായത്തിലെ മെമ്പറാണ്, ജനങ്ങളുടെ ഇടയിൽ ഒരു അധികാരമാണ്. ആ അധികാരത്തിന് മധുരം ചിന്തിക്കുമ്പോ മെമ്പർ നടത്തത്തിന്റെ ക്ഷീണം അറിയുന്നില്ല. നടക്കല്ലേ, ക്ഷീണിക്കല്ലേ, വെയിലുള്ളല്ലേ, മഴ കൊള്ളല്ലേ, ഇതൊന്നും അറിയണില്ല. കാരണം എന്താ? ജയിച്ചാൽ മെമ്പർ, ചിലപ്പോൾ പ്രസിഡന്റ്, ആ മഹാസ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ കാണാം. എന്നാൽ വിശ്വാസിയായ മനുഷ്യ, ഈ ജീവിതത്തിൽ നിനക്ക് നിസ്കാരത്തിന്റെ ക്ഷീണം അറിയരുത്. ഇവിടെ നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ക്ഷീണമറിയില്ല. കാരണം ജയിച്ചാൽ കിട്ടാനുള്ളത് ജന്നാത്തുൻ തജ്രി തഹ്തഹൽ അൻഹാർ, സൂപ്പർ സ്വർഗം കാത്തിരിക്കുകയാണ്. അതിൽ പിന്നെ 5 കൊല്ലത്തെ അധികാരമൊന്നുമില്ല. അബദ, എന്നേക്കുള്ള സ്വർഗം, എന്നേക്കുള്ള സ്വർഗം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു മുസ്ലിമിനെ പോലെ മനസ്സമാധാനമുള്ള ജീവിതം, പ്രതീക്ഷയുള്ള ജീവിതം വേറെ ഒരാൾക്കുണ്ടാവില്ല. കാരണം എന്താ? ഇവിടെ കഷ്ടപ്പെട്ടാലും, ഇവിടെ ക്ഷീണിച്ചാലും, ഇവിടെ പരിശ്രമിച്ചാലും 4 ദിവസം അപ്പുറത്തോ സ്വർഗം വരികയാണ്. ആ സ്വർഗത്തിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ്. മരണപ്പെട്ടുപോയി. ഒരു അറബ് സഹോദരനോട് പറയാ, മിനായിൽ നടന്ന ദുരന്തത്തിൽ കുറെ ആളുകൾ മരിച്ചുപോയല്ലോ. അത് ഇന്നാലില്ല എന്ന് പറയും, പിന്നെ അൽഹംദുലില്ലാ എന്ന് പറയും.
എന്താ? അൽഹംദുലില്ലാ അൽ മൗത്ത് ഫിൽ ഹറം, അൽഹംദുലില്ലാ അൽ മൗത്ത് ഫിൽ ഇഹ്റാം, അൽഹംദുലില്ലാ അദ്ദഫൻ ബിൽ ഹറം ഇലൽ ജന്ന ഇലൽ ജന്ന. ഒരു ടെൻഷനും ഇല്ല അറബി. ഹറമിൽ മരിച്ച്, ഹറമിൽ കബറടക്കി, ഇഹ്റാമോടെ മരിച്ച് സ്വർഗത്തിൽ പോയല്ലേ. നിങ്ങൾ എന്തിനാണ് വിഷമിക്കണത്? നിങ്ങൾ എന്തിനാണ് വിഷമിക്കണത്? ലോകരാജ്യങ്ങൾക്ക് മുഴുവനും വലിയ ഒരു അത്ഭുതമാണിത്. ലോകത്തെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ മരണപ്പെട്ടു. ബന്ധുക്കളെല്ലാം സമാധാനിക്കണം. എന്താ? പോസ്റ്റ്മോർട്ടം വേണമെന്ന് പറഞ്ഞോ, റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞോ, കോസ് ഓഫ് ഡെത്ത് വേണമെന്ന് പറഞ്ഞോ, സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞോ? ഒന്നും വേണ്ട. അള്ളാഹുവിന്റെ വിധി. അവിടെ മരിച്ചു. ഭാഗ്യവാന്മാർ. ഇങ്ങനെ സമാധാനിക്കുന്ന ഒരു വ്യവസ്ഥിതി ലോകത്തോടെ. ഉറ്റവരും ഉടയവരും വിട്ടുപോയതിന്റെ വേദനയുണ്ടെങ്കിലും അവസാനം നമ്മളെ സമാധാനിക്കാണ്. ഇലൽ ജന്ന, നാളെ തൽബിയത്തിലേക്ക് സ്വർഗത്തിലേക്ക് വരും. ഇങ്ങനെ ഒരു അംബീഷൻ, ഇങ്ങനെ ഒരു ഹോപ്പ്, ഇങ്ങനെ ഒരു ഡ്രീം, ഇങ്ങനെ ഒരു ബെസ്റ്റ് ഫ്യൂച്ചർ നൽകാൻ വേറെ ഏത് സംഹിതയ്ക്ക് കഴിയുന്നത്? ഒരു സംവിധാനത്തിന് കഴിയുന്നില്ല. നമ്മൾ തന്നെ സുൽഫീഖർ നഈമി എന്ന ചെറുപ്പക്കാരനായ പണ്ഡിതൻ, റിയാദിലെ ദാഇ, അദ്ദേഹത്തിന്റെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് വേദനയും പ്രയാസമൊക്കെ ഉണ്ട്. അപ്പൊ കുളിപ്പിക്കാൻ വന്ന അറബ് സഹോദരൻ, അൽഹംദുലില്ലാ ഷഹീദ് ഇലൽ ജന്ന, അൽഹംദുലില്ലാ ഷഹീദ് ഇലൽ ജന്ന. സ്വർഗത്തിലേക്ക് ഷഹീദായി പോവല്ലേ? അയാൾ അതിന്റെ അഭിമാനം പറയാണ്. കാരണം അപ്പുറത്തെ ഒരു ലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം, ഇതിനപ്പുറത്തെ ഒരു ലോകമുണ്ടെന്ന പ്രതീക്ഷ. അതുകൊണ്ട് മോനെ, 5 കൊല്ലത്തെ അധികാരത്തിന് വേണ്ടി കടമത്സരങ്ങളും അതുപോലെ തന്നെ തർക്കവിതർക്കങ്ങളും നടത്തുമ്പോൾ അപ്പുറത്ത് കിട്ടുന്ന താൽക്കാലികമായ ഒരു അധികാരത്തിന് മധുരമാണ് പ്രചോദനമെങ്കിൽ, ഈ ജീവിതത്തിൽ നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് മുഴുവനും പിന്നിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. അത് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് വേണ്ടി കണ്ണു നട്ടിരിക്കുകയാണ്. അതല്ലേ അറിയേണ്ടത്. അതുകൊണ്ട് താൽക്കാലികമായ ഒരു കാര്യലാഭത്തിനും നീ മതത്തിന്റെ നിയമങ്ങളെ മറക്കാൻ പാടില്ല, മതത്തിന്റെ നിയമങ്ങളെ ബലി കഴിക്കാൻ പാടില്ല. ഇവിടെ ഗവൺമെന്റ് നിയമം പാസാക്കിയതുകൊണ്ടോ വേറെ ആരെങ്കിലും സംവരണം പറഞ്ഞതുകൊണ്ടോ അതിനെ ന്യായീകരിക്കാൻ ആള് വന്നതുകൊണ്ടോ എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശരിയായില്ല എന്നൊരാളും ചിന്തിക്കണ്ട. ഇവിടെ 50% സംവരണമുണ്ട്. കുറെ താത്താമാരും ഇത്താമാരും പെണ്ണന്മാരും ഒക്കെ മത്സരിക്കാൻ നിൽക്കുന്നുണ്ട്. അതിവിടെ നടക്കുന്ന റിയാലിറ്റിയാണ്, രാഷ്ട്രീയ സ്വഭാവമാണ്. പക്ഷേ അതുകൊണ്ട് സ്ത്രീകളെ അധികാരമേൽപ്പിക്കുന്ന സമൂഹത്തിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ പുണ്യ ഹബീബിന്റെ വാചകം മാറ്റിവെക്കാൻ എനിക്ക് പറ്റൂല. സ്ത്രീകളുടെ കൈകാര്യ മേഖലകളെ കുറിച്ച് നിർണയിച്ചു തന്ന മുത്തു ഹബീബിന്റെ നിയമത്തെ മാറ്റിവെക്കാൻ എനിക്ക് പറ്റൂല. കാര്യങ്ങളുടെ താല്പര്യങ്ങളുടെയും മറ്റ് അവകാശങ്ങളുടെയൊക്കെ പേര് നടക്കുന്നുണ്ടാവാം. എന്നതുകൊണ്ട് എന്റെ എല്ലാമായ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നയവും നിയമങ്ങളും അത് കുറവുള്ളതാണെന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റൂല. ഞാൻ ഇന്ന് ഈ വിഷയം നിങ്ങളോട് സംബോധന ചെയ്യുന്നതിന്റെ ലക്ഷ്യം ഇതാണ്. ലോകത്തിന്റെ ഘടനകളും നിയമങ്ങളുമെല്ലാം മാറി മാറി വരുമ്പോഴും നീ മതത്തിന്റെ കാഴ്ചപ്പാടിലൂടെ നീ വിഷയങ്ങളെ വിലയിരുത്തണേ മോനെ. താൽക്കാലിക ലാഭത്തിന് വേണ്ടി നീ മതത്തെ മാറ്റിവെക്കല്ലേ. കാരണം ഇവിടെ കാണുന്ന ഒരു മഹാരസമുണ്ട്. ഇസ്ലാമിക ഖിലാഫത്തിൽ അധികാരമെന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരവാദിത്വ ബോധമുള്ള വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സുന്നീഖുൽ അക്ബർ തങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നില്ല, ഖലീഫയായി. ഉമറുൽ ഫാറൂഖ് തങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നില്ല, പക്ഷേ ഭരണാധികാരിയായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നില്ല, പക്ഷേ ഭരണാധികാരിയായി. അലീനുൽ മുർത്തദ തങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നില്ല, മറിച്ച് ഭരണാധികാരിയായി. കാരണമെന്തേ? അവരാരും അധികാരത്തെ കൊതിച്ചവരല്ല, അധികാരം ഒരു ഉത്തരവാദിത്വമാണെന്ന നിലക്ക് പേടിച്ചവരാണ്. കണ്ടില്ലേ,
മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആരാണ്? 5ാം ഖലീഫയാണ്. മഹാനവറുകളുടെ മുമ്പുള്ള ഭരണാധികാരി അബ്ദുൽ മലിക് ബിൻ മർവാനാണ്. അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്നവരുടെ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നവരോട് ജനങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ ഭരണാധികാരിയാവണേ. ഉമർ ബിൻ അബ്ദുൽ അസീസ് നിങ്ങൾ പറഞ്ഞു, എനിക്ക് ആ അധികാരം വേണ്ട, ഞാൻ ഭരണാധികാരിയാവുന്നില്ല, എനിക്ക് പേടിയാണ്, അള്ളാന്റെ അടുക്ക കണക്ക് പറയേണ്ടതാണ്, എനിക്ക് ബേജാറാണ്, ഞാൻ വരുന്നില്ല. അപ്പൊ ജനങ്ങളെ പറയുകയാണ്, നിങ്ങളല്ലാത്ത ഒരു ഭരണാധികാരി ഞങ്ങൾക്ക് വേണ്ട. സഹോദരങ്ങളെ, പ്രഭാഷണത്തിന്റെ പല സീഡികളും നിങ്ങളുടെ കയ്യിലെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കാ വിജയവും ആനുകാലിക സംഭവങ്ങളും പറയുന്ന 15 മണിക്കൂർ പ്രഭാഷണത്തിന്റെ DVD ഉണ്ട്. കഴിവുള്ളവരൊക്കെ വാങ്ങി അത് ഉപയോഗപ്പെടുത്തണം. മറ്റു പല വിഷയങ്ങളുണ്ടാവും. അപ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഭയക്കാണ്, വേണ്ട വേണ്ട, എനിക്ക് വേണ്ട അധികാരം. ഇന്നത്തെ ഭരണാധികാരികൾ ആദ്യം യാചകന്മാരാ. സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞ സ്ഥാനത്തെ അർത്ഥിക്കുന്നവർ, യാചിക്കുന്നവർ. എനിക്ക് വോട്ട് തരണേ, എന്നെ ജയിപ്പിക്കണേ, എന്നെ മെമ്പറാക്കണേ. അതാണ് സ്റ്റാർട്ടിംഗ് ലെവൽ. ഇസ്ലാമിക ഖിലാഫത്തിൽ അങ്ങനെയല്ല. എനിക്ക് പേടിയാണ്, ബേജാറാണ്. കാരണം ഇത് ഉത്തരവാദിത്വമാണ്, ഇത് റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആരാണ്? ഉമ്മമാര്, പെങ്ങന്മാരറിയണം, ഒരു സാധാരണക്കാരിയായ പെണ്ണല്ല. ഫാത്തിമ എന്ന മഹദിയാണ്. ഫാത്തിമത്ത് ബിൻത് അബ്ദുൽ മലിക്. ആ മഹദിയായ ഫാത്തിമ ബീവി ആരാണ്? ബിൻതുൽ ഖലീഫത്തി വൽ ഖലീഫത്തു ജദ്ദുഹാ ഉഖ്തുൽ ഖലൈബി വൽ ഖലീഫത്തു സൗജുഹാ. വാപ്പയും ഭരണാധികാരിയാണ്, വലിയുപ്പയും ഭരണാധികാരിയാണ്, 4 സഹോദരന്മാരും ഭരണാധികാരികളാണ്, ഭർത്താവും ഭരണാധികാരിയാണ്. ഇതുപോലെ ഒരു സ്ത്രീയെ ലോക ചരിത്രത്തിൽ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ എഴുതുകയാണ്. ആ മഹദി അവറുകൾ അതാ ഒരു ദിവസം വരുന്നു, ഭർത്താവായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. ദഖൽതു അലാ ഉമറ യൗമൻ, ഒരു ദിവസം ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളാകുന്ന എന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു വന്നു. വഹുവ ജാലിസുൻ ഫീ മുസല്ലാ, അവിടുന്ന് മുസല്ലയിൽ ഇരിക്കുകയാണ്. വാളിഅൻ ഖദ്ദഹു അലാ യദിഹി, അതാ തലയും കയ്യിൽ ചാരിയിട്ട് കരയുകയാണ്. വദുമൂഉഹു തസീൽ, കണ്ണുനീര് അടർന്നു വീഴുകയാണ്. ഭരണാധികാരിയായ ഭർത്താവ് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ ഇരിക്കുകയാണ്. മുസല്ലയിൽ ഇരുന്നുകൊണ്ട് തല കയ്യിൽ ചാരിയിട്ട് കരയുകയാണ്. ഫഖുൽതു ലഹു, ഞാൻ ചോദിച്ചു മഹാനവറുകളോട്, മാ ബാലുക വഫീമ ബുകാഉക, എന്തേ പ്രശ്നം, എന്തേ കരയുന്നത്? ഉടനെ അവിടുന്ന് പറയുകയാണ്, വൈഹകി യാ ഫാത്തിമ, ഓ ഫാത്തിമ, കഷ്ടം തന്നെ. ഇന്നി ഖദ് വല്ലൈതു മിൻ അംരി ഹാദിഹിൽ ഉമ്മത്തി മാ വല്ലൈതു ففكرت في الفقير الجائع والمريض الضائع والعار المجهود واليتيم المكسور والمظلوم المقهور والغريب والنسير والشيخ الكبير والأرملة الوحيدة وللعيال الكثير والرزق القليل. അല്ലയോ ഭാര്യ ഭവതി, ഞാനിങ്ങനെ ഇരിക്കുമ്പോ ആലോചിക്കുകയാണ്, ദരിദ്രരായ ജനങ്ങൾ, പാവപ്പെട്ടവരായ ജനങ്ങൾ, വേദന അനുഭവിക്കുന്ന രോഗികൾ, വീടില്ലാത്ത ആളുകൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, വന്യത അനുഭവിക്കുന്ന വിധവകൾ, അതുപോലെ അംഗങ്ങളേറെയുണ്ട്, വരുമാനം കുറവുള്ള കുടുംബങ്ങൾ, ഇതെല്ലാത്തിനെ കുറിച്ചും ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ടോ ഇതെല്ലാം ചിന്തിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് വരുന്നത്, ഫഅലിംതു അന്ന റബ്ബീ സയസ്അലുനീ അൻഹും യൗമൽ ഖിയാമ. ഞാൻ പേടിക്കുകയാണ്. എന്തേ ഞാൻ പേടിക്കുന്നത്?
അള്ളാഹു ഇവരെ കുറിച്ചല്ല എന്നോട് ചോദിക്കും. അള്ളാഹു ചോദിക്കും എന്നോട്, നിങ്ങളുടെ ഭരണപ്രവിശ്യയിൽ ഒരു രോഗി ഉണ്ടായില്ലേ, ഒരു വിധവ ഉണ്ടായില്ലേ, വീടില്ലാത്തവരുണ്ടായില്ലേ, പലതുണ്ടായില്ലേ, അവകാശങ്ങൾ ലഭിക്കേണ്ട ഏറെ ആളുകൾ ഉണ്ടായില്ലേ, ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കലുള്ള ചോദ്യത്തെക്കുറിച്ച് ഞാൻ ബേജാറാവാണ്. പിന്നൊരു കാര്യം കൂടിയുണ്ട്, ഫഅലിംതു അന്ന റബ്ബി സയസ്അലുനി അൻഹും യൗമൽ ഖിയാമ വഅന്ന ഖസ്മി ദൂനഹും യൗമഇദിൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് അവരുടെ പക്ഷത്ത് നിന്ന് വാദിക്കാൻ പരലോകത്ത് വന്നിട്ട് പാവപ്പെട്ട ഭരണീയർക്ക് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവരുടെ പക്ഷത്ത് എന്റെ പ്രതിഭാഗത്ത് നിന്ന് ചോദിക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉണ്ടാവും. തങ്ങൾ ചേർന്ന് അള്ളാന്റെ കോടതിയിൽ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? ഇതാലോചിച്ചത് ഞാൻ കരയാണ്. ഫഖശീതു, അപ്പൊ ഞാൻ പേടിച്ചുപോയി ഫാത്തിമ. ഫലിദാലിക അബ്കി, ഇതിനാണ് ഞാൻ കരയുന്നത്. എന്റെ വാർഡിനെ കുറിച്ച് എന്നോട് ചോദിക്കും, അതാണ് അധികാരം, ഇത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് രാജ്യത്തിന്റെ ഖലീഫ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടെങ്കിൽ എന്റെ ഉമ്മബെങ്ങന്മാര്, ജ്യേഷ്ഠാനുജന്മാരെല്ലാവരും അറിയണം, ഇവിടെ ലഭിക്കുന്ന ഏതധികാരവും അല്ലാഹുവിങ്കൽ ചോദിക്കപ്പെടുന്നതാണ്. തൽക്കാലം താൽപര്യമുള്ളവരെ പ്രീണിപ്പെടുത്തിയിട്ട് താൽപര്യമില്ലാത്തവരെ അവഗണിക്കാം. പക്ഷേ യൗമ യഖൂമുൽ ഹിസാബ്, കണക്കെടുക്കുന്ന ഒരു നാട് വരുന്നതാണ്.